മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ടുകാർക്ക് സർക്കാർ ജോലി ഉറപ്പാക്കാൻ വഴിവിട്ട നീക്കം. PSC അംഗീകാരമില്ലാതെ ജോലി ചെയ്തവരെ IPRD വകുപ്പിൽ അംഗീകൃത തൊഴിൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും നവമാധ്യമങ്ങളിൽ പുകഴ്ത്താനും പോസ്റ്റ് ഷെയർ ചെയ്യാനുമൊക്കെ രൂപീകരിച്ച പ്രിസം പദ്ധതിയിൽ ഉൾപ്പെട്ട ഇടത് അനുഭാവികൾക്ക് വേണ്ടിയാണ് തിരിമറി നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക വികസന വാർത്തകൾ തയ്യാറാക്കുന്ന പേരിൽ PRDയിൽ രൂപീകരിച്ചതാണ് പ്രിസം പദ്ധതി. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പാടിപ്പുകഴ്ത്താൻ നടപ്പിലാക്കിയ പദ്ധതിയിൽ ഉൾപ്പെട്ടവരെല്ലാം പാർട്ടിക്കാരും അനുഭാവികളുമായിരുന്നു. സർക്കാരിന്റെ കാലാവധി കഴിയും മുമ്പ് പരമാവധി പേർക്ക് PRDയിൽ തന്നെയുള്ള അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർമാരായി നിയമനം ലഭിക്കാൻ അനുകൂല സാഹചര്യം ഒരുക്കാനാണ് ശ്രമം. പ്രിസം പദ്ധതിയിൽ ഉൾപ്പെട്ടവരെ കാഷ്വൽ ലേബർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇവർക്ക് ലഭിക്കുന്ന പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് PSC അംഗീകൃതവുമായിരുന്നില്ല. ഇത് മറികടക്കാൻ വേണ്ടി പ്രിസം ജീവനക്കാർക്ക് താൽക്കാലിക ജീവനക്കാർ എന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റ് നൽകാനാണ് നീക്കം. ഇതിനുള്ള നിർദ്ദേശവുമായി ഡിസംബർ 29-ന് PRD ഡയറക്ടർ TV സുഭാഷ് വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും ഇൻഫർമേഷൻ ഓഫീസർമാർക്കും കത്തയച്ചു. തുടർന്ന് വകുപ്പ് ആസ്ഥാനത്ത് നിന്നും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുകളിൽ നിന്നും നൽകിയ പുതിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് പ്രിസം പാനലിൽ പ്രവർത്തിച്ചവർ അടുത്തിടെ നടന്ന PSC അഭിമുഖത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. സർക്കാർ സർവീസിലെ താൽക്കാലിക ജീവനക്കാരുടെ ജോലി വ്യവസ്ഥകൾ പാലിക്കാതെയാണ് പ്രിസം പദ്ധതി നടത്തുന്നത്. പൂർണ്ണമായും പാർട്ടി സ്പോൺസേഡ് പദ്ധതി. ഇവരെ താൽക്കാലികക്കാരെ കണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്നത് അർഹരായ ഉദ്യോഗാർത്ഥികളുടെ സാധ്യതകൾ അട്ടിമറിക്കുമെന്നാണ് ആരോപണം. ജനം, തിരുവനന്തപുരം.